രാധാകൃഷ്ണൻ ചേരുകയാണ്. തിരുവഞ്ചൂർ, ഈ പ്രതിപക്ഷം വലിയ സമരം നടത്തുന്നതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ പ്രതികളുമായി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഈ അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാലാമത്തെ പ്രതി കൂടി, പ്രധാനമായും ഒന്നാം പ്രതിയായ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ഇന്ന് പുറത്തിറങ്ങാൻ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു. ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് പടക്കം കൂടെ പൊട്ടിച്ചാൽ മതി. പോറ്റ് പുറത്തിറങ്ങിയതോടുകൂടി ഒരു ആശ്വാസമായിട്ട് സർക്കാരിന് മാറിയിരിക്കുകയാണ്. കാരണം ഒരു കേസ് അന്വേഷണത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഈ കേസ് ഇപ്പൊ പറയുന്നത് പോറ്റി ഇറങ്ങിയാലും ശരി കേസ് മുന്നോട്ട് പോകുന്ന അവിടെ ഹാൻഡ് റൈറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അതിന് പോലും കൊടുക്കാത്ത ഒരു ഗവൺമെന്റ്, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പിന്നെ എന്ത് അന്വേഷണത്തെ കുറിച്ചാണ് അവർ പറയുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ്? അവസാനത്തെ നിമിഷവും കണ്ണുകൾ പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഏറ്റവും ലാസ്റ്റ് നിമിഷം പോറ്റി ഇറക്കുന്ന ദിവസമെങ്കിലും ഒരു സത്യം പറയുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് അതുപോലുമില്ല. ജനങ്ങളെ ഇതുപോലെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയ ഒരു ഇൻഎഫിഷ്യന്റ് ആണ് കേരളത്തിലെ പോലീസ് എന്ന് വരുത്തത്തക്ക വിധത്തിൽ ചില ആളുകളുടെ പരിശ്രമം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ, ഈ CBI-യേക്കാൾ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മുടെ പോലീസ് എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അത് ഹൈക്കോടതിയിൽ ഇവര് റെപ്രസെന്റ് ചെയ്യുന്നത് പോലെയല്ലേ ഹൈക്കോടതി ഒപ്പീനിയൻ പറയുള്ളൂ. ഹൈക്കോടതി പറഞ്ഞ കറക്റ്റ് നമ്മുടെ സ്കോട്ട്ലൻഡ് പോലീസിന് വെല്ലുന്ന പോലീസാണ് കേരളത്തിലുള്ള. പക്ഷേ അവരൊക്കെ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അവരൊക്കെ ഈ തിരയെണ്ണാനും അതല്ലെന്നൊരു ഇതുപോലുള്ള നോൺ പോലീസിംഗ് സിസ്റ്റത്തിനകത്ത് അവരിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡറിൽ ആരുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. ആ ലോ ആൻഡ് ഓർഡറിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആക്രമണം നടക്കില്ലല്ലോ, ഇതുപോലുള്ള പിടിച്ചുകൾ നടക്കില്ലല്ലോ, കൊള്ള നടക്കില്ലല്ലോ. നമ്മുടെ ക്രൈം റേറ്റ് എന്ന് നോക്കാം, അതെല്ലാം കൂടുതലേ. പക്ഷേ തിരുവഞ്ചൂർ, ഈ കേസിന്റെ ഭാഗമായി തന്നെ, ഈ കേസിന്റെ ഭാഗമായുള്ള SIT-യുടെ അന്വേഷണം ശരിയായ ദിശയിൽ എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. ഇന്നലെ അത് അക്കമിട്ട് നിരത്തുകയും ചെയ്തു. ഈ അന്വേഷണത്തിൽ ഒരു പ്രശ്നവുമില്ല, ഈ പ്രതികളൊക്കെ പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന ആശങ്കയില്ല എന്ന് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് ഈ പ്രതികളെല്ലാം ഇറങ്ങുമ്പോഴും അതേ പഴയ പല്ലവി തന്നെയല്ലേ പറയുന്നുള്ളൂ. പ്രതികളെല്ലാം പുറത്തോട്ട് ജാഥയായിട്ട് വെച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഹൈക്കോടതിയുടെ നിലപാടിനോട് യോജിപ്പില്ല എന്നാണോ കോൺഗ്രസ് പറയുന്നത്? കാസ ബിയാങ്കയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ്. കപ്പൽ മുങ്ങുമ്പോഴും ഇങ്ങനെ അതിന്റെ മധ്യത്തിൽ ഇവർ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. വളരെ തെറ്റാണ്. പബ്ലിക് പ്രോപ്പർട്ടിയോടും ഒരു ദൈവചിന്തയോടും കാണിക്കുന്ന ഏറ്റവും വലിയ അധിക്ഷേപമാണ്. തീർച്ചയായും തിരുവഞ്ചൂർ, ഈ ശബരിമലയിൽ സംഭവിച്ച ഈ സ്വർണ്ണക്കൊള്ള അത് പൂർണ്ണമായും തന്നെ എവിടെയാണ് ആ സ്വർണ്ണക്കൊള്ള നടന്നത്, ആരൊക്കെ ഉണ്ട്, ആ ആളുകളിലേക്ക് കൃത്യമായി എത്തണം. ആ അന്വേഷണമൊക്കെ കൃത്യമായി പോകേണ്ടതുണ്ട്. ഈ പ്രതികൾ ഒന്നൊന്നായി പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് ജനങ്ങൾക്ക് മാത്രമല്ല, പ്രതിപക്ഷത്തിന് മാത്രമല്ല, ജനങ്ങൾക്കും അത്തരത്തിൽ ആശങ്കയുണ്ടാകും. പക്ഷേ അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തി ഈ ഹൈക്കോടതി പറയുന്നു. അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിധി എഴുതട്ടെ, ഞാൻ കോടതിയായിട്ട് തർക്കിക്കാനില്ല. പക്ഷെ ഈ നടക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങളൊന്ന് വിധി എഴുതട്ടെ. നമ്മുടെ കൺമുമ്പിൽ ഇത് കാണുകയല്ലേ. ഇതിനകത്ത് എല്ലാ കുറ്റക്കാരനും പുറത്തോട്ട് വയ്ക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാധീനമുള്ള ആളുകളാണെന്ന് ഇതിനു മുമ്പ് കോടതി തന്നെ ചില ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട്. സ്വാധീനമുള്ള ആളുകൾ കാലാവധിക്ക് മുമ്പ് പുറത്തോട്ട് കൂടി പോയാലോ? അപ്പൊ അവരുടെ സ്വാധീനം ആർക്ക് വേണ്ടി വിനിയോഗിക്കാൻ പോകുന്നത്? ഈ കേസ് തെളിവില്ലാതാക്കുന്നതിന് വേണ്ടിയായിരിക്കും ആ സ്വാധീനം വിനിയോഗിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? കോടതി ഏതർത്ഥത്തിൽ കണ്ടു എന്ന് എനിക്കറിയില്ല. ശരി, ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ